ശ്രീ ജോസൂട്ടി സിയെ ചേരുന്നുണ്ട്, വിദേശകാര്യ. ശ്രീ ജോസൂട്ടി സിയെ, ഉറപ്പായും ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം അവിടുത്തെ റെജീം ചേഞ്ചാണ്. ആയത്തുള്ള അലി ഖമനിയെ കൊല്ലുന്നതിലൂടെ റെജീം ചേഞ്ച് സാധ്യമാകും എന്ന് കരുതാമോ? യുദ്ധം അവസാനിക്കും എന്നും കരുതാമോ? യുദ്ധം അവസാനിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് കരുതാൻ കഴിയില്ല. കാരണം റെജീം ചേഞ്ച് ആണ് ഉദ്ദേശമെങ്കിലും അതിന്റെ പരമോന്നത നേതാവ് മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഭരണഘടനാ പ്രകാരം അടുത്ത ഒരു സമിതി, 3 അംഗ സമിതിക്ക് അവിടെ അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനം കൃത്യമായി അവരുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ 3 അംഗ സമിതി അധികാരത്തിലേക്ക് വരികയും ആ 3 അംഗ സമിതിയുടെ നേതൃത്വത്തിൽ പിന്നീട് അവിടെ ഒരു 88 അംഗങ്ങളുള്ള ഒരു കൗൺസിൽ ഉണ്ട്, മതപണ്ഡിതന്മാരടങ്ങുന്ന. അപ്പൊ അവരുടെ കൗൺസിൽ വേറൊരാളെ തിരഞ്ഞെടുക്കുന്നതുമാണ് അവിടുത്തെ രീതി. അതുകൊണ്ട് അത്തരത്തിൽ പെട്ടെന്ന് നമുക്കൊരു ഭരണ സംവിധാനത്തെ പൂർണ്ണമായി മാറ്റി പുതിയതായി ഒന്നിനെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ 2 തരം ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു സൈനികമായ ലക്ഷ്യം. 2, അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഈ സൈനികമായ ലക്ഷ്യം നമ്മൾ വിചാരിക്കുകയും ബോംബിടുന്നതോടുകൂടിയും ഖൊമേനി വധിക്കപ്പെടുന്നതോടുകൂടിയും ഒരു പരിധി വരെ നേടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇറാൻ വളരെ ദുർബലമാണ്. അപ്പൊ അവർക്ക് തിരിച്ചടിക്കുവാനുള്ള ശേഷിയും കുറവാണെന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ടാണല്ലോ ഈ സമയം തെരഞ്ഞെടുത്ത് ചെയ്തിരിക്കുന്നത്. കാരണം ഇറാൻ എല്ലാത്തരം ചർച്ചകൾക്കും തയ്യാറായിരുന്നു. അണുവായുധം അവരുടെ കയ്യിൽ ഇതുവരെ വികസിപ്പിച്ചെടുത്തതില്ല എന്ന് നമുക്കറിയാം. അപ്പം വളരെ ദുർബലമായി നിൽക്കുന്ന രാജ്യത്തെ ആക്രമിച്ച് സൈനികമായിട്ടുള്ള ലക്ഷ്യം ഒരു പരിധിവരെ നേടിയെടുക്കാൻ കഴിഞ്ഞാലും രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യമാണ് ഈ പറയുന്ന അധികാര കൈമാറ്റം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള, ഇസ്രായേലിന് താല്പര്യമുള്ള, അവരെ അനുകൂലിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ അവിടെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ സങ്കീർണമാണ്. ഇത് സങ്കീർണമാകാനുള്ള കാരണമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഭരണഘടനാപരമായി അവരുടെ അധികാരം വേറൊരു ബോഡിയിലേക്കോ അല്ലെങ്കിൽ ഖൊമേനിയുടെ ഒരു പിന്തുടർച്ച അവകാശിയിലേക്കോ ചെല്ലും. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ വീണ്ടും ഖൊമേനിയെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടം വരാനാണ് ഭരണഘടനാപരമായി സാധ്യത. അപ്പൊ ആ സാധ്യത നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അവിടെ ഒരു ഭരണത്തിന്റെ മാറ്റം വരുമെന്ന് പറയുന്നത്? അതുകൊണ്ടത് സങ്കീർണമാണ്. അപ്പം നിലവിലുള്ള റവല്യൂഷണറി ഗാർഡ്സും ഇറാന്റെ മിലിറ്ററിയും ഒക്കെ ഈ ഒരു സൈനിക അക്രമത്തെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള പ്രതിഷേധത്തെ മുതലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭരണത്തിലിരുന്ന ഭരണാധികാരിയുടെ പിന്തുണച്ചക്കാരെ അധികാരത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമല്ലേ ഇത് സാധ്യമാകുള്ളൂ. അങ്ങനെ സാധ്യമാകണമെങ്കിൽ മതപണ്ഡിതന്മാരുടെ കൗൺസിലിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുകയും അമേരിക്ക അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം മതപണ്ഡിതന്മാരടങ്ങുന്ന 88 കൗൺസിലിന്റെ ഇടയിൽ ഉണ്ടാവുകയും അവർ ഒരാളെ തിരഞ്ഞെടുക്കുകയും വേണം. അതിനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ്. പക്ഷെ അതിനുള്ള സാധ്യത നിലനിൽക്കുന്നത് ഈ മതപണ്ഡിതന്മാരെ കീഴ്പ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ട് അമേരിക്ക പറയുന്നയാളെ അവിടെ പ്രസിഡന്റാക്കി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം വേണം. പരമോന്നത നേതാവായി കൊണ്ടുവരിക്കുന്ന ഒരു സാഹചര്യം വേണം. അല്ലെങ്കിൽ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഭരണഘടനയെ തന്നെ പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ഉള്ള ഒരു ഭരണം അവിടെ നിലവിൽ വരണം. അപ്പൊ അത് ഇസ്ലാമിക വിപ്ലവ സമയത്തുണ്ടായതുപോലെ അങ്ങനെ ഉണ്ടാവണം. പക്ഷെ അത് ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് അറിയില്ല. നന്ദി ശ്രീ ജോസൂട്ടി. എന്തായാലും ഇവിടെ ആയത്തുള്ള അലി ഖമനി ഇത്തരത്തിലുള്ള ആക്രമണം പ്രതീക്ഷിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാവുകയാണെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഇറാന്റെ IRGS സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ഉറപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. പിൻഗാമിയെ പ്രഖ്യാപിക്കൽ മാത്രമേ വേണ്ടതുള്ളൂ എന്നുകൂടി ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ആയത്തുള്ള അലി ഖമനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിൽ പല ഭാഗങ്ങളിലും അയൺ ഡോം സംവിധാനങ്ങൾ ഭേദിച്ചുകൊണ്ട് മിസൈലുകൾ പോയി വീഴുന്നു എന്ന വാർത്ത പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. RT ന്യൂസ് ഒക്കെ പറയുന്ന പോലെ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട്. ഒരു മരണം ഇസ്രായേൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ മരണങ്ങൾ, ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ലോകം മുഴുവൻ ഒരു സങ്കീർണ്ണ യുദ്ധ സാഹചര്യമുണ്ട്. ഗൾഫ് മേഖലയിൽ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് ഖത്തറിൽ ഇന്നലെ കേട്ടതിനേക്കാൾ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ രാവിലെ കേൾക്കുന്നതാണ്. ഖത്തറിൽ, ബഹ്റിനിൽ, ദുബായിലൊക്കെ രാവിലെയും മിസൈലുകൾ പറക്കുന്നു. പലതും ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. പലതും അമേരിക്കൻ എയർബേസുകളിൽ പോയി ഇപ്പോഴും വീഴുന്നുണ്ട്. ഇപ്പോഴും ഇന്നലത്തേതിന് സമാനമായ ആ തരത്തിലുള്ള അത്രയും ശക്തമായ യുദ്ധത്തിന്റെ പ്രതീതി, യുദ്ധ സാഹചര്യം ആ മേഖലയിൽ നിലനിൽക്കുക തന്നെയാണ്. സമാധാനം എങ്ങനെ എന്നതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുമില്ല. സങ്കടകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.